2023 ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അതെ അതെ പറഞ്ഞതിന് വ്യത്യാസമുണ്ടെന്നുമ്പോൾ ഞാൻ ഇപ്പൊ ഏറെ നിർത്തിയേക്കുവാണ്. ഈ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണോ? അതെ. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ജനങ്ങൾക്കൊന്നും അറിയില്ല, അവർക്ക് എന്തും പറയാം. നീയാണല്ലോ കോടതി. അപ്പൊ ഇത് തെളിഞ്ഞ് അതിന്റെ കറക്റ്റ് റിപ്പോർട്ട് വരുമ്പോഴാണ് നമുക്കത് എങ്ങനെയാന്ന് പറയാൻ പറ്റുള്ളൂ. അതെ അതെ അതായിരുന്നു ശരി. വായി നോക്കി നീ ഒരുത്തൻ കാരണം ഞാൻ ഈ ലൈഫിൽ ഇപ്പൊ ഇങ്ങനെ വെള്ളം കുടിക്കണേ. ഇപ്പൊ പാസ്പോർട്ടിന്റെ കേസായാലും അവിടെ ആയിരുന്നു എന്ന് പറയുന്ന ഡേറ്റില് ഒരു പൊരുത്തം വേണം. അതൊക്കെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൊരു കോൺഫിഡൻസ്? അതെ ഉണ്ട്. ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. ഇപ്പോൾ നൽകിയ പരാതിയിലും വലിയ പൊരുത്തക്കേട്. കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിലായിരുന്നില്ല, കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട് ഒന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് അത് ഞാൻ കള്ളത്തരം പറയാണ്, പഠിച്ച് പറഞ്ഞിട്ട് വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒത്തിരി പേര് മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? ഇവർക്ക് പല ബിസിനസ്സുകളും അവിടെയുണ്ട്, അതിനകത്ത് പെൺകുട്ടികളെ ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം അവിടെ. അന്ന് കൊടുത്ത പരാതിയിൽ മർദ്ദിച്ചു എന്നുള്ളത് മാത്രമായിരുന്നല്ലോ, പീഡനം എന്നൊരു കാര്യം പറഞ്ഞിരുന്നോ? കാരണം ഞാൻ അന്ന് കൊടുത്തപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കഴിവേ ഉള്ളൂ. അപ്പൊ എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഈ CCTV വെച്ച കാര്യം പറഞ്ഞല്ലോ, അതിൽ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണ് പുറത്തുനിന്ന് ഒരാൾക്ക് CCTV വെക്കാൻ? അപ്പൊ ഈ പുള്ളി എന്റെ വീട്ടിലോട്ട് പോയ സമയത്ത് ഞാൻ ചാവി വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന് ഇവരുടെ ആള് വന്ന് ചാവി എടുത്ത് വീട് തുറന്ന് അപ്പം അതിൻ്റെ അകത്ത് കയറി വെക്കുകയായിരുന്നു. അതായത് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനലിൽ എന്നെ ഇട്ട് ഇപ്പൊ എയർ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഞാൻ പല ഈ മീഡിയയിൽ ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതായത് പകുതി കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി നമുക്ക് പോലീസിന്റെ അടുത്ത് കൊടുത്താൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് ഒരു സുഖം, ഒരു മനസുഖം. പുള്ളി പറയുന്ന പോലെ തന്നെ എവിടം വരെ ഏതറ്റം വരെയും എന്ത് ശാസ്ത്രീയപരമായ തെളിവിനും ഞാനും തയ്യാറാണ്. ഒരു കാര്യം പറയാം, ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. ശരി, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.